ഹായ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ഈ പാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ഈ പാത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്നല്ലേ. ഇത് സത്യം പറഞ്ഞാൽ ഒരു സ്ട്രോബെറി പിക്കിംഗ് വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഫാമിലി പോയിട്ടുള്ള സ്ട്രോബെറി പിക്ക് ചെയ്യുന്നൊന്നുമല്ല, എൻ്റെ കുഞ്ഞ് ഗാർഡനിൽ ഞങ്ങൾ നട്ട് വളർത്തിയ ഒരു 10-12 തൈയിൽ നിന്ന് കിട്ടിയ ചെറിയ എമൗണ്ട് ഓഫ് സ്ട്രോബെറി പിക്കിംഗ് ആണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാം. പിന്നെ എൻ്റെ ഫസ്റ്റ് വോയിസ് ഓഫ് വീഡിയോയും കൂടിയാണ്. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് കമൻ്റായിട്ടും പറയുക. അപ്പോൾ വീഡിയോയിലേക്ക് വരാം നമുക്കല്ലേ. അപ്പോൾ എന്താ പറയുക, ഒരു 3 മാസം മുന്നേ നട്ട് വളർത്തിയ ഒരു 10-12 തൈ മേടിച്ചിട്ട് ഞങ്ങൾ ഗാർഡനിൽ നട്ട് വളർത്തിയതാണ്. പ്രത്യേകിച്ച് അതിൽ വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആകെ വെള്ളം മാത്രം ഒഴിച്ച് വളർത്തിയ ചെടി. ഇവിടെ തണുപ്പായതുകൊണ്ട്, ഞങ്ങളിപ്പോൾ UK-യിലാണ്, അപ്പം ഇവിടെ തണുപ്പായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അത് വളരും. ഒരു പരീക്ഷണാർത്ഥത്തിൽ മേടിച്ച് വെച്ച തൈയാണ്. കിളുക്കുമോ അല്ലെങ്കിൽ കായുണ്ടാവുമോ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കിളുത്താൽ കിളുത്തു, ഇല്ലെങ്കിൽ പോയി എന്നുള്ള രീതിയിൽ നട്ട ചെടികളാണ്. പക്ഷേ ദൈവം സഹായിച്ച് അത് പിടിച്ചു. കുറേയധികം കായ്കൾ ഇപ്പോഴും ഉണ്ട്. ആദ്യത്തെ സെറ്റ് ഓഫ് സ്ട്രോബെറിയാണ് ഞാനിപ്പോൾ പറിച്ചത് നിങ്ങൾ കാണുന്നത്. അത് ഒരുപാട് സന്തോഷം തോന്നി. അത് പറിച്ചപ്പോൾ നമ്മൾ നട്ട് വളർത്തിയ ഒരു ചെടിയിൽ നിന്ന് കുറച്ച് കായൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം. അതും പ്രത്യേകിച്ച് പുറം നാട്ടിലൊക്കെ വന്ന് നിൽക്കുമ്പം ജോലി, വീട്ടിലെ പണികൾ, വീട്ടിലെ അലക്ക്, തൂപ്പ്, വാര ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് ഈ ഗാർഡനിങ് ആണ്. അപ്പം ഞാനത് ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കുറച്ചധികം പച്ചക്കറികൾ നട്ടിട്ടുണ്ട് ഈ വട്ടം. കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി അങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്തു അതിൻ്റെ വിളവ്. ഈ വർഷവും ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമ്മുടെ നാട്ടിലെ ചീരയും ഒക്കെ നട്ടിട്ടുണ്ട്. എന്തൊക്കെ പിടിക്കും എന്തൊക്കെ പിടിക്കില്ല എന്നറിയില്ല. നിലവിൽ ഇപ്പോൾ എല്ലാം വലിയ കുഴപ്പമില്ലാണ്ട് വളർന്നു വരുന്നുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ ഏറ്റവും ആഗ്രഹിച്ച് വാങ്ങിയ നട്ട ചെടിയാണ് ഈ സ്ട്രോബെറിയും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പറിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് പറിക്കുന്നത് എല്ലാവരെയും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ആർക്കെങ്കിലുമൊക്കെ, നമ്മുടെ ഇവിടെ താമസിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് ഒരു ചെറിയ തൈയെങ്കിലും വീട്ടിൽ വാങ്ങി വെച്ചിട്ട് അത് കിളുക്കുന്നത് കാണുമെങ്കിലോ അല്ലെങ്കിൽ അത് വളരുന്നതോ അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട് കിട്ടുന്ന ഒരു സന്തോഷം ആർക്കെങ്കിലുമൊക്കെ കിട്ടുകയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അതുകൊണ്ട് ഇൻസ്പിറേഷൻ ഉണ്ടായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിവേ, താങ്ക് യു. എല്ലാവർക്കും നല്ലത് നേരുന്നു. എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ. ഹായ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു.